ഹേ എവ്രിബഡി വെൽക്കം ടു ടോക്കിംഗ് കാസ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു വളരെ എക്സ്ക്ലൂസീവ് സ്കൂപ്പാണ്. അതെ അല്ല, ഇതുവരെ നമ്മളാരും നമ്മൾ പുതിയ വണ്ടികൾ ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ അതിനെപ്പറ്റി യൂഷ്വലി കുറേ സ്പൈ ഫോട്ടോസ് കാണും, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. ഒരു ബ്രാൻഡ് ഒരു സാധനം കൊണ്ടുവരാൻ പോവാണെന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടാവും. എന്നാൽ നമ്മൾ ഇന്ന് കൊണ്ടുവരാൻ പോകുന്നത് സംതിങ് ദാറ്റ് നമ്മൾ ആരും ഇമാജിൻ പോലും ചെയ്തിട്ടില്ല ഇപ്പൊ വരും എന്നുള്ളതോ. അതിന്റെ യൂഷ്വലി എന്തെങ്കിലും വണ്ടിയുടെ കുറെ റൂമറും ബാക്കി ആയിരിക്കും ഉണ്ടാവാറുണ്ട്. അതെ, ഇതിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല, പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സാധനം വരുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അതെ. സോ എന്തായാലും നമ്മൾ ഡിലേ ആക്കുന്നില്ല, വണ്ടിയുടെ കാര്യം പറയാം. ഇറ്റ്സ് ദ റെനോ കൈഗർ ഇലക്ട്രിക്. അതെ, നമ്മൾ ഇതുവരെ ആക്ച്വലി റെനോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ നമ്മൾ കുറച്ച് നാളായിട്ട് ഒരു സ്ലീപ്പിംഗ് ഇതായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് അവരുടെ ഒരു ട്രൈബറും അങ്ങനെ കഴിഞ്ഞു, അത് കുറച്ച് ഇന്നോവേഷൻ ആയിരുന്നു. കൈഗർ വന്നു, ബട്ട് ഇറ്റ്സ് ബീൻ എ ഡീസെന്റ് സെല്ലർ, സെല്ലിംഗ് അബൌട്ട് 2500 യൂണിറ്റ്സ് എ മന്ത്. ആൻഡ് അതിന്റെ ട്വിൻ ദ മാഗ്നൈറ്റ് ഇസ് ഓൾസോ സെല്ലിംഗ് സിമിലർ അമൗണ്ട്സ്. അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ലാത്ത റീസണബിൾ നമ്പേഴ്സ് ഫോർ ദാറ്റ് സെഗ്മെന്റ്. അതല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഡസ്റ്റർ ഒക്കെ പോയതിനു ശേഷം റെനോ ഇത്തിരി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതെ, ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു. എന്നാ നമ്മളപ്പോ ആലോചിക്കുകയും ചെയ്തു, അവര് ഓക്കെ ഇനി പോവില്ലേ, ഇതിന്റെ ഇടയിൽ നിസാൻ ഹെഡ് ക്വാർട്ടേഴ്സ് മാറ്റുന്നു, ഇങ്ങനെ കുറെ പരിപാടികൾ നടന്നു. അപ്പൊ വി ആർ തിങ്കിങ് ഓക്കെ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ബട്ട് എനിവേസ് ആ ഒരു മിസ്റ്ററി സോൾവ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അവരുടെ തന്നെ വരാൻ പോകുന്ന ഒരു വണ്ടിയെ കുറിച്ചാണ്. ദാറ്റ് ഇസ് ദ കൈഗർ EV. ഓൾമോസ്റ്റ് പ്രൊഡക്ഷൻ റെഡി ആണ് കണ്ടിട്ട്. അതെ, സോ ഫോട്ടോസ് കുറച്ചുണ്ട്, നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് കാണാം. അത് കണ്ടു പോവാം. സോ അപ്പൊ കൈഗറിന്റെ ഫ്രണ്ട് എൻഡ് ഇങ്ങനെയാണ്. കൈഗർ നമ്മുടെ മാഗ്നൈറ്റിന്റെ ഒരു കസിൻ ബ്രദറായിട്ട് വരും അല്ലേ. ലോട്ട് ഓഫ് പാനൽസ് ആർ ഷെയർഡ്, ബട്ട് കൈഗറിന് അതിൻ്റെതായ ഒരു ഐഡന്റിറ്റിയും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇറ്റ്സ് അൺമിസ്റ്റേക്കബിളി റെനോ. പലവരും ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു ക്വിഡ് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ആദ്യം തോന്നിയിരുന്നു, പക്ഷെ അത് ഇവൻച്വലി നമുക്ക് മനസ്സിലായി അതിന്റെ സൈസും ഡിഫറെന്റ് ആണെന്നുള്ളതും അത്യാവശ്യം പ്രസൻസും ഉണ്ട്. അതെ, സോ ഡിഫറൻസ് ഈ ഇലക്ട്രിക് മോഡലിന്റെ ഫ്രണ്ടില് ക്ലോസ്ഡ് ഔട്ട് ഗ്രില്ലാണ്. അതെ, ബോഡി കളർ തന്നെയാണ് കംപ്ലീറ്റ് ബോഡി കളറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്ലോസ്ഡ് ഔട്ട് ഗ്രിൽ ആക്ച്വലി ഇസ് നൗ ബിക്കമിങ് സിനോണിമസ് വിത്ത് EVs. അത് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഫ്രണ്ടിൽ ഇതുപോലെ കൂളിംഗ് വേണ്ട എന്നുള്ളത്. അതെ, രണ്ട്, എനിക്ക് തോന്നുന്നു ക്ലോസ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടി എയറോഡൈനാമിക്സിന് ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് അവർ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. വേറൊരു ഡിഫറൻസ് ഉള്ളത്, ഹെഡ് ലൈറ്റിന്റെ ചുറ്റുള്ള സറൗണ്ട് വേണ്ട, അത് ബോഡി കളറാണ്. അത് ബോഡി കളർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതൊരു നല്ല കാര്യമാണ്. അതെ, നമ്മൾ ഈ വണ്ടി ആദ്യം റിവ്യൂ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ടിലെ ഗ്രില്ലിന്റെ ലോഗോ ഭയങ്കര വലുതാണ്. യൂഷ്വൽ ഒരു റെനോന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് ട്രക്കിനൊക്കെ വെക്കുന്ന പോലത്തെ സൈസുള്ള ലോഗോ ആണ്. പക്ഷെ അതിപ്പോ ഉപകാരമായി. അതെ, കാരണം അതിന്റെ ബാക്കിലാണ് ചാർജിംഗ് പോയിന്റ് വരുന്നത്. വെരി നൈസ്ലി ഡൺ. ആക്ച്വലി ഇപ്പൊ MGയിലും ഒക്കെ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. ബട്ട് ഇതിനകത്ത് ഇത്രയും ആ ഒരു സൈസും ആ ഒരു കാര്യവും എല്ലാം വെച്ച് ഇത്രയും കാലം ഓവർ സൈസ് ആയിരുന്നത് ഇപ്പൊ ഇതിനകത്ത് ഒരു ഫംഗ്ഷണൽ ആസ്പെക്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ്സ് ഓക്കെ. കാര്യം ഒരു ഡോറാണ്, മാഗ്നറ്റിക് ആണെന്നോ. അതെ, സോ ഇതൊരു മാഗ്നറ്റിക് ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാർജിങ് സോക്കറ്റിന് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. മനസ്സിലായി. ഓക്കെ, ആസ് ഇൻ നമ്മൾ അതിനകത്ത് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മഴയത്ത് ഫാസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ പോലും യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് വാട്ടർ ഗോയിങ് ഇൻ ദ കണക്ടർ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. കുറച്ച് റിസർച്ച്ഡ് ആയിട്ടാണ് ഉള്ളിലേക്കാണ് ഇരിക്കുന്നത്. ആൻഡ് ഈവൻ മൈനർ ക്രാഷുകളൊന്നും വലിയ ഡാമേജ് ആവില്ല എന്ന് തോന്നുന്നു. അതെ, ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് CCS2 കണക്ടർ ആണ്. ഓക്കെ, സോ ഇറ്റ്സ് ദ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്. എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ വരുന്ന പോലെ CCS കണക്ടർ ആണ്. അതിന്റെ അടിയിൽ ഫാസ്റ്റ് ചാർജറിന് കുത്താനുള്ള കണക്ടർ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് സപ്പോർട്ട്സ് DC ഫാസ്റ്റ് ചാർജിങ് ഓൾസോ. ആൻഡ് ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സാധാരണ ഇപ്പോൾ ഉള്ള വണ്ടികൾ, നമുക്കിപ്പോ MG എടുത്താലും കോണ എടുത്താലും എല്ലാത്തിനകത്തും ഈ ചാർജിങ് കവറിന്റെ അകത്തൊരു ഫ്ലാപ്പും കൂടെ ഉണ്ട്. ഇതിനൊരു ഡസ്റ്റ് കവർ ഉണ്ട്. ഇതിനകത്ത് അത് കാണുന്നില്ല. ബട്ട് ഇഫ് യു നോട്ടീസ് ഈ രണ്ട് സൈഡിൽ ചെറിയ രണ്ട് സ്ക്രൂസ് പോലെ കാണുന്നുണ്ട്. ഫ്ലാപ്പിന് വേണ്ടിയിട്ടായിരിക്കും, ടെസ്റ്റ് വണ്ടി ആയതുകൊണ്ടായിരിക്കും ഇത് അവര് വെക്കാത്തത് അതിനകത്ത്. ബട്ട് അതർവൈസ് ഇറ്റ് ഓൾ ലുക്സ് പ്രിറ്റി സിമിലർ. റിയർ എൻഡ് നോക്കുകയാണെങ്കിലും ഇറ്റ് ലുക്സ് പ്രിറ്റി സിമിലർ ടു റെഗുലർ കൈഗർ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, എക്സെപ്റ്റ് എക്സോസ്റ്റ് പൈപ്പ് ഒന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പുതിയതാണ് ഈ ഒരു ഡിഫ്യൂസറിന്റെ. അതെ, ബട്ട് അതല്ലാണ്ട് മോർ ഓർ ലെസ് ദ സെയിം. സോ ഈ കൈഗർ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ആണ്. സോ റെനോക്ക് CMF എന്ന് പറഞ്ഞിട്ട് നിസാൻ റെനോ അലയൻസിന് ഒരു CMF എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. സോ കോമൺ മോഡുലർ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ടാണ് വെക്കുന്നത്. അതിൽ 3-4 കാറ്റഗറീസ് ഉണ്ട്. അതായത് A ഉണ്ട്, B ഉണ്ട്, CMF-A, CMF-B, CMF-C. അങ്ങനെ സൈസ് അനുസരിച്ച് ഇപ്പൊ ഒരു എക്സ്ട്രയിൽ അങ്ങനത്തെ വലിയ വണ്ടികൾക്കൊക്കെ CMF-Cയും D ഒക്കെ ആയിട്ട് വലിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറും. ഈ താഴെയുള്ള ഏറ്റവും ബേസിക് സാധനങ്ങൾ, അതായത് നമ്മുടെ ക്വിഡ് ആണ് CMF-A പ്ലാറ്റ്ഫോമിൽ വരുന്നത്. ട്രൈബർ CMF-A+ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് A പ്ലാറ്റ്ഫോം തന്നെ എടുത്ത് വലുതാക്കി വീൽ ബേസ് കൂട്ടി.
സോ വീൽ ബേസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ട്രൈബർ ആണ് അതിൽ CMFA പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ സ്ട്രെച്ച് ചെയ്തേക്കുന്നത്. സോ 2636 എങ്ങാണ്ട് വീൽ ബേസ് ഉണ്ട്. കൈഗർ 2500 ആണ്. ബാറ്ററി പാക്കിന്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി യൂസബിൾ സാധനം ശരിക്കും ട്രൈബർ ആയിരിക്കും. ബട്ട് ഐ തിങ്ക് ദിസ് വിൽ ബി ഇനഫ്. കാര്യം ട്രൈബർ എന്നുള്ള ഒരു പ്രോഡക്റ്റിനകത്ത് നമ്മൾ PV കൊണ്ടിരുന്നേക്കാളും കുറച്ചും കൂടെ അവർക്ക് പ്രീമിയം ചാർജ് ചെയ്യാൻ പറ്റും ആൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം മറ്റേന് 182 ഉണ്ടായിരുന്നു, അപ്പൊ ഇതിന് 205 ഉണ്ടായിരുന്നു. സോ കൈഗറിന്റെ അടിയിൽ ഐ തിങ്ക് ബാറ്ററി പാക്ക് പൊസിഷൻ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട്. സോ റെനോ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇന്റർനാഷണലി കുറെ കാലമായിട്ട് അവർ ഇലക്ട്രിക് നല്ല കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. സോ 2009 ജെഡിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഫ്ലുവൻസിന്റെ ഒരു ഇലക്ട്രിക് പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാധാരണ ഫ്ലുവൻസ് ആയിട്ട് കുറെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ബൂട്ട് വലുതായിരുന്നു. സോ 13 സെന്റിമീറ്ററോളം ബൂട്ട് വലുതായിരുന്നു ബാറ്ററി പാക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അവരത് എനിക്ക് തോന്നുന്നു അവരുടെ ടിഗോർ EV ആണെന്ന് തോന്നുന്നു. അവരുടെ ടിഗോർ EV ആയിരുന്നു. സോ ആ വണ്ടീനെ അവര് ZE എന്നാണ് വിളിച്ചിരുന്നത്. സീറോ എമിഷൻ എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. അത് തന്നെ ഇപ്പൊ അവര് നമ്മുടെ ക്വിഡിന്റെ KZD എന്ന് പറഞ്ഞൊരു വേർഷൻ ഉണ്ട്. ZE ഓൾവേസ് ഈ പറഞ്ഞ ഒരു ഇതാണ് കാണിക്കുന്നത്, സീറോ എമിഷൻ എന്നുള്ളതാണ്. അത് പിന്നെ ഒന്ന് സ്റ്റൈലൈസ് ചെയ്താണ് ZOE ആയത്. ഒരു സാധനം. അപ്പൊ അങ്ങനെ അവര് ഇപ്പൊ കറന്റ്ലി ഇവര് ഇലക്ട്രിക്കല് വളരെയധികം മുന്നോട്ട് പോകുന്നു. സോ ഈ ഫ്ലുവൻസ് ഉണ്ടായിരുന്ന സമയത്ത് ഐ തിങ്ക് സാംസങ്ങിന്റെ ഒക്കെ ആയിട്ട് എന്തോ ഒരു ടൈപ്പില് കുറച്ചു കാലം അങ്ങനെ ചെയ്തിരുന്നു. പിന്നെ LG കെമ്മിന്റെ ബാറ്ററീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് അത്ര വലിയ എഫിഷ്യന്റ് ഒന്നും ആയിരുന്നില്ല ആൻഡ് അഡാപ്റ്റഡ് പ്ലാറ്റ്ഫോം ആയിരുന്നു. പക്ഷെ പിന്നീട് ഉണ്ടാക്കിയ എല്ലാത്തിനും ഇപ്പൊ ഈ CMFAയുടെ ഒരു EV പ്ലാറ്റ്ഫോം എന്നുള്ള പോലെ അതിന് കുറെ അഡാപ്റ്റേഷൻ പോസിബിൾ ആക്കിയിട്ടുണ്ട്. സോ ക്വിഡ് എടുത്തിട്ട് അവര് ഇലക്ട്രിക് ആക്കിയത് പല രാജ്യങ്ങളിലും, ചിലർക്ക് ഡാസിയ സ്പ്രിംഗ് നമ്പർ കൊണ്ട് വിൽക്കുന്നുണ്ട്. ചൈനയിലാണ് KZD എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. അങ്ങനെ പല പല വേരിയന്റുകളിൽ വിൽക്കുന്നുണ്ട്. അതിന് പക്ഷെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വേരിയന്റ് ഇല്ല. സോ ഇതാണ് ആദ്യത്തെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് സ്മോൾ കാർ മിക്കവാറും ഇറങ്ങാൻ പോകുന്നത്. ആൻഡ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതും ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. ദാറ്റ് ഷോസ് ഹൗ മച്ച് ദ ഇന്ത്യൻ മാർക്കറ്റ് ഹസ് ഗ്രോൺ ആൻഡ് എത്ര ഓൺ പ്രയോറിറ്റി ഇപ്പൊ ഒരു മാനുഫാക്ചറിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇന്ത്യക്ക് എന്ത് സ്ഥാനം കിട്ടുന്നു എന്നുള്ളതിനുള്ള ഒരു കീ എവിഡൻസ് ആണ് ഈ കാണുന്നത്. അതെ, ആക്ച്വലി കൈഗറും ഇന്ത്യ സ്പെസിഫിക് ആണ്. സോ കൈഗർ മാഗ്നൈറ്റ് എന്നുള്ള രണ്ട് വണ്ടി ശരിക്കും ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തത്. ഇൻട്രസ്റ്റിംഗ് പൊസിഷനിങ് ആണ്. സോ ഇപ്പൊ നമ്മള് ബ്രസ അല്ലെങ്കിൽ നെക്സോൺ അങ്ങനത്തെ വണ്ടികളുടെ ഒക്കെ ഒരു താഴെ നിൽക്കുന്ന ഒരു വണ്ടി പോലെ ഒരു എന്താ പറയുക കോമ്പാക്ട് SUV-കളിലും കുറച്ചും കൂടി വാല്യൂ ആയിട്ടുള്ള പോലത്തെ കുറച്ചൊരു ചെറിയ വണ്ടി. എന്നാൽ സൈസ് കൊണ്ട് ചെറുതല്ല, 4 മീറ്റർ ഒക്കെ തന്നെ ഉണ്ട്. ഇത്തിരി വിട്ട് കുറവുണ്ട്, അത് മാത്രമേ ആകെ ഒരു ഡയമെൻഷനലി ചെറിയതായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എന്താ പറയാ അത്രയും തന്നെ ഉണ്ട്, പക്ഷെ അറ്റ് എ ലോവർ പ്രൈസ് പോയിന്റ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവര് വാല്യൂ എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ രണ്ട് വണ്ടികളാണ്. അപ്പൊ അതിൽ തന്നെ ഇലക്ട്രിക് കൊടുക്കുമ്പോൾ ഇതിന്റെ പ്രൈസിങ് ഐ തിങ്ക് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. കാരണം ഇതൊരു എന്താ പറയാ നെക്സോൺ EV-നേലും ചീപ്പർ ആയിരിക്കും. ചീപ്പർ ആയിരിക്കണം, ടിയാഗോന്റെ മുകളിലായിരിക്കണം. ടിയാഗോ EV-നേലും ജസ്റ്റ് മുകളിൽ, അപ്പൊ രണ്ടിന്റെ ഇടയിലായിട്ട് നിൽക്കുമായിരിക്കും. അപ്പൊ അത് ഒരു തരത്തിൽ നല്ല കാര്യമാണ്. ആൻഡ് അവരുടെ തന്നെ ഫ്രഞ്ച് റൈവൽ EC3 ഒരു മോഡൽ കൊണ്ടുവന്ന് വരാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ആഴ്ച കുറച്ച് നാളായിട്ട് ഇവിടെ എക്സ്ക്ലൂസീവിന്റെ മേളമാണ്. അപ്പൊ നമ്മൾ ഈ EC3ന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് EC3യിൽ നമ്മൾ കണ്ടതിലും ഏറ്റവും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബേസിക് നേച്ചർ ഓഫ് ദ കാർ. എല്ലായിടത്തും ബേസിക് ആണ്, ഇന്റീരിയറും ബേസിക് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്റീരിയറിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കൈഗറിന്റെ ഇന്റീരിയർ ഉണ്ടോ? ദിസ് ലുക്സ് ആക്ച്വലി ക്വൈറ്റ് നൈസ് അല്ലേ? നമ്മുടെ ബേസിക്കലി പഴയ കൈഗറിന്റെ ആക്ച്വലി നല്ലതാണ്. അതിന്റെ ഇന്റീരിയർ ഒക്കെ കാണാൻ നല്ലതാണ്. ഓറഞ്ച് ബിറ്റ്സും കാര്യങ്ങളും ഓറഞ്ച് ബിറ്റ്സ് ഉണ്ട്. നമ്മൾ ആക്ച്വലി നമ്മുടെ കൈഗർ വേഴ്സസ് മാഗ്നൈറ്റ് കമ്പാരിസണിൽ പറഞ്ഞിട്ട് ഇന്റീരിയർ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കൈഗറിന്റെ. ആൻഡ് ഇതിൽ നോക്കുമ്പോ kept all of that orange accents, അത് കാര്യങ്ങള് സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലാം വെച്ചിട്ടുണ്ട്. ഗിയർ ലിവർ പോയി അവിടുന്ന്. അവിടെ പ്രസ് ചെയ്യുന്ന ബട്ടൺസ് ആണ്. അതെ, ഗിയർ ലിവറിന്റെ PRND എന്നുള്ള 4 ബട്ടൺസ് ഉണ്ട്. സോ അതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഹാസ് എ പ്രോപ്പർ പാർക്ക് മോഡ് അൺലൈക്ക് ദ നെക്സോൺ, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ആൻഡ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡ്രൈവ് സെലക്ടർ മോഡും കാണുന്നുണ്ട്. അത് നമ്മുടെ സാധാരണ മറ്റേ വേരിയന്റിനും ഉണ്ട്. അപ്പൊ മസ്റ്റ് ബി യുവർ സ്പോർട്ട് മോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് വേറെ ബട്ടൺസ് ആയിട്ടൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ റീജൻ കൺട്രോളും ഒന്നും അങ്ങനെ കാണുന്നില്ല. ഫ്രണ്ടിൽ ഒരു ബട്ടൺ ഉണ്ട്, ദാറ്റ് കുഡ് ബി റീജൻ. ബട്ട് ഇതെന്താ ഒരു കപ്പ് ഹോൾഡർ ആണോ? കപ്പ് ഹോൾഡർ ആണ്. കണ്ടിട്ട് അതൊരു കപ്പ് ഹോൾഡർ പോലെ ഉണ്ട്. ആ റിംഗും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എനിക്ക് ആ കപ്പ് ഹോൾഡറും ഈ പറഞ്ഞ സ്വിച്ചുകളും അടുത്ത് ശരിയാണ്. ബട്ട് അഗൈൻ അഡ്ജസ്റ്റബിൾ റീജൻ കാണുന്നില്ല, പാഡൽ ഷിഫ്റ്റ്സിന്റെ ഒന്നും കാണുന്നില്ല. അഗൈൻ ഇല്ല എന്നല്ല പറയുന്നത്, ഇത് കാണുന്നില്ല എന്നുള്ള തൽക്കാലത്തേക്ക് കാണുന്നില്ല എന്നേ പറയുള്ളൂ. ഇതൊരു ടെസ്റ്റ് വണ്ടി ആയതുകൊണ്ട് ഒരു മാസ്റ്റർ കട്ട് ഓഫ് സ്വിച്ച് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ടെസ്റ്റ് വണ്ടിയാണ്, നമുക്ക് കാണാം there are wires hanging all over the car. അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ അകത്ത്.
ബട്ട് അതർവൈസ് ദ ഹോൾ ഇന്റീരിയർ ഇതിന്റെ വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തൊരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇലക്ട്രിക്കിലോട്ട് വരുമ്പോൾ ദിസ് ഷുഡ് ബി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഇന്റീരിയറിനെ പറ്റി പറയുമ്പോൾ മെറ്റീരിയൽസ് ഒന്നും അത്ര ഭയങ്കര ക്വാളിറ്റി അല്ല, എല്ലാം ഭയങ്കര ഹാർഡ് വെയറിംഗ് ഒക്കെയാണ്. നമ്മുടെ യൂഷ്വൽ ഒരു ഇക്കോണമി ഗ്രേഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും വണ്ടിയിൽ. പക്ഷെ അത് പ്രൈസിങ് അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ആരും കംപ്ലൈന്റ് ചെയ്യുന്നില്ല. അതെ, നമ്മൾ ആക്ച്വലി ഇപ്പൊ ഈ കൈഗറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, കൈഗർ അല്ലെങ്കിൽ ഇപ്പൊ റെനോയുടെ ഏത് വണ്ടിയാണെങ്കിലും അവരെപ്പോഴും മാർക്കറ്റിലോട്ട് കുറെ കാലം കഴിഞ്ഞ് വരുമ്പോൾ ദേ വിൽ കം വിത്ത് സംതിങ് ദാറ്റ് പീപ്പിൾ റിയലി വാണ്ട്. അതെ, ആ റെനോ ഡസ്റ്റർ വന്നപ്പോഴുള്ള അവര് തന്നെ, അതിന് മുമ്പ് അവര് കുറെ സാധനം ഇറക്കി, അത് കഴിഞ്ഞാലും ഒരു തരത്തിൽ അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ട എന്താണെന്ന് അറിയാൻ ഇപ്പൊ ജെഡി പറഞ്ഞ പോലെ ഡസ്റ്റർ നല്ല പ്രോഡക്റ്റ് ആയിരുന്നു, ക്വിഡ് നല്ല പ്രോഡക്റ്റ് ആയിരുന്നു, ട്രൈബർ നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു. ആക്ച്വലി ഒറിജിനലി വന്ന വണ്ടി ലോഗൻ ആക്ച്വലി നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇന്ത്യക്ക് വേണ്ടി അൾട്ടിമേറ്റ് ആയിട്ട് ഒരു സൂട്ടഡ് ആയിട്ട് വണ്ടിയായിരുന്നു, വൈറ്റ് ബോഡി കാർ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് എല്ലായിടത്തും എവിടെയോ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് റെനോ തുടങ്ങുമ്പോൾ ഉള്ള പവർ കുറച്ചു കാലം കഴിയുമ്പോൾ അതങ്ങോട്ട് കുറയും, ബാറ്ററി പോലെ. ബട്ട് അവിടെയാണ് അത് അവർക്ക് ആ ഒരു പണി പറ്റണത്. ഇപ്പൊ നമ്മള് ഡസ്റ്റർ ആണെങ്കിലും ഡസ്റ്റർ കത്തി നിൽക്കുമായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു ചെറിയ SUV-കളിൽ ഏറ്റവും പവർഫുൾ നെയിം ഡസ്റ്റർ ആയിരുന്നു. കാരണം അത് ഡസ്റ്റർ സെഗ്മെന്റ് ആയിരുന്നു. അതെ, അത് ഡസ്റ്റർ സെഗ്മെന്റ് ആയിരുന്നു. അപ്പോ ആ ഒരു ഇത് പിന്നെ അവർക്ക് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. അവർ അന്ന് കുറെ കാലം കൊണ്ടു നടന്നു, പിന്നെ ലോസ്റ്റ് ടു ക്രെറ്റ, everybody has taken over. അത് കഴിഞ്ഞു. ഈ യുവർ ട്രൈബർ വാസ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്. പക്ഷെ അവർ ആ എഞ്ചിൻ, ആ ടർബോ എഞ്ചിൻ കൊടുക്കാണ്ടിരുന്നു, അങ്ങനെ ചെയ്ത് ഓട്ടോമാറ്റിക് വരാൻ വൈകി. അങ്ങനെയൊക്കെ കുറെ കഴിഞ്ഞപ്പോഴേക്കും അതിലും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് പോയി. അതെ, അപ്പൊ അങ്ങനെ എല്ലാം അവര് വന്ന് നല്ലൊരു സാധനം കാണിച്ചിട്ടാണ് പിന്നെ പോണത്. ഇത് ഇപ്പൊ അവരിപ്പോ നല്ലൊരു വണ്ടി ഇറക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും ആൾക്കാർ മേടിച്ചോളും. കാര്യം പീപ്പിൾ ആർ നൗ ഡെസ്പെറേറ്റ്ലി ലുക്കിംഗ് ഫോർ ആൻ ഓൾട്ടർനേറ്റീവ്, ലൈക്ക് ആ ഒരു സൈസിലുള്ള ഒരു EV. ബിക്കോസ് എന്റെ കണ്ണിൽ ഇസ് ദ റൈറ്റ് സൈസ്. നമുക്ക് ഡെയിലി ഓടിച്ചു നടക്കാൻ കറക്റ്റ് സൈസ് ആണ്, വലിയ കുഴപ്പമില്ല. ഒക്കേഷണൽ ഇവിടെ നിന്ന് ഒരു നെക്സ്റ്റ് സിറ്റി, നെക്സ്റ്റ് ടൗൺ വരെയൊക്കെ റേഞ്ച് ഉണ്ടെങ്കിൽ അതെ, ആൻഡ് വലിയ കുഴപ്പമില്ലാത്ത ആസ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ ഫോം ഫാക്ടർ ഓഫ് ദ കാർ ഇസ് ഓക്കെ. അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, റൈഡ് വലിയ കുഴപ്പമില്ല. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ദിസ് ക്യാൻ ബി എ ഗുഡ് വയബിൾ ഓൾട്ടർനേറ്റീവ് ടു ദ നെക്സോൺ EV. അതെ, ടു ആൻ എക്സ്റ്റെന്റ് അല്ലേ? കാര്യം നെക്സോൺ EV-നെ അല്ലാണ്ട് പിടിക്കാനായിട്ട് ഇനിയിപ്പോ വേറെ ആർക്കും ഒരു പ്രൊഡക്റ്റ് ഇല്ല. XUV 400 ഉണ്ട്, അത് വരുന്നേ ഉള്ളൂ. ബട്ട് XUV 400 ഇറ്റ്സ് ആൾക്കാരുടെ കണ്ണിൽ ഇറ്റ്സ് ഓൾറെഡി ഡേറ്റഡ് അല്ലേ? ഇപ്പൊ ഒരു പുതിയ പ്രൊഡക്റ്റ് വരുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഒന്നും അവരും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. XUV 400 അവര് ലെങ്ത് കൂട്ടിയിട്ട് സബ് 4 മീറ്റർ അല്ലാണ്ടാക്കി കുറച്ചും കൂടി വലിയൊരു സെഗ്മെന്റിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അവരത് ചെയ്തിട്ടുണ്ട്. സോ നെക്സോൺ സെഗ്മെന്റ് 4 മീറ്റർ എന്നുള്ള ഒരു SUV സെഗ്മെന്റിൽ സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ആൻഡ് അവിടെയാണ് ഇത് വരുന്നത്. ആൻഡ് ലോവർ പ്രൈസ് പോയിന്റ് ആണെങ്കിൽ കുറച്ചും കൂടി പറഞ്ഞ പോലെ റെനോയ്ക്ക് അത്യാവശ്യം എക്സ്പെർട്ടീസ് ഉണ്ട് ഇലക്ട്രിക്സ് ഉണ്ടാക്കിയിട്ട്. സോ ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഇപ്പൊ സോയി നല്ലോണം വിൽക്കുന്നുണ്ട്. സോയിക്ക് ഐ തിങ്ക് 3 പവർ ട്രെയിൻസ് ഉണ്ട്. സോ ഒരു 22 kWh ബാറ്ററി പാക്ക് വരുന്നവരുണ്ട്, 33 സംതിങ് വരുന്നുണ്ട്, 41 ഉണ്ട്. ചെറിയ വണ്ടിയില്ലേ? ചെറിയ വണ്ടിയിൽ. അപ്പൊ അങ്ങനെ അവര് 4 സ്പെക്കുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് പല പവർ ഓപ്ഷൻസ് ഉണ്ട്. സോ 90 bhp ഉണ്ട്, 110 bhp ഉണ്ട്, അങ്ങനെ 4 മോട്ടേഴ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഐ തിങ്ക് അവരൊരു അവിടെ പല മാർക്കറ്റിലും സോയി അത്യാവശ്യം റേഞ്ച് ഉണ്ട്, 256 മൈൽസ് ഒക്കെ റേഞ്ച് ക്ലെയിംഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഐ തിങ്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അവരും അവരുടെ CMF EV പ്ലാറ്റ്ഫോമിലോട്ട് ഇപ്പൊ കുറെ ഡെവലപ്മെന്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ ദേ വാണ്ട് ടു ലോഞ്ച് മോർ കാർസ് ഇൻ ദാറ്റ്. ഡെഡിക്കേറ്റഡ് EVs ഇറക്കണം. ആൻഡ് എപ്പോഴും ഡെഡിക്കേറ്റഡ് EV-ലോട്ട് ഒരു മാനുഫാക്ചറർ നേരെ ഒരു സ്റ്റെപ്പിൽ മാറില്ല. യു ഓൾവേസ് ഹാവ് ടു ഹാവ് എൻ അഡാപ്റ്റഡ് പ്ലാറ്റ്ഫോം. അതെ, കാരണം കോസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് R&D സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചുള്ള സെയിൽസ് ഉണ്ടാവുമോ എന്നുള്ള ഉറപ്പില്ലായക, ഇതൊക്കെ കാരണം അവരെപ്പോഴും ഉള്ളൊരു വണ്ടി എടുത്തിട്ട് ഇലക്ട്രിക് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു വേരിയന്റ് വിൽക്കും. ആൻഡ് അതിന് ഇവൻച്വലി അതിന് ഇൻട്രസ്റ്റ് കൂടുന്നതനുസരിച്ചിട്ട് അവരത് അതിലോട്ട് മെയിൻ ആയിട്ട് മാറും. പക്ഷേ ഇതിപ്പോ ഐ തിങ്ക് ഈ ഒരു വണ്ടി ഇപ്പൊ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി ഡെവലപ്മെന്റിന് വേണ്ടി അത്യാവശ്യം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഇങ്ങനെ ഒരു വേരിയന്റ് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എന്താ പറയാ, അവർക്ക് കുറച്ചും കൂടിയും ഒരു വയബിൾ ആണ്. ലൈക്ക് വേറൊരു വണ്ടി ഇപ്പൊ ക്വിഡ് എടുത്തിട്ട് ഇപ്പൊ ഡാഷിയ സ്പ്രിംഗ് നേരെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഇവിടെ റേറ്റ് ആൻഡ് ഡ്രൈവ് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്ര രൂപ ചാർജ് ചെയ്യും ഒരു ക്വിഡിന്? ഇതാവുമ്പോൾ ഇത്രയും കൂടി ആൾക്കാർ കുഴപ്പമില്ല, ഒരു 12 to 15 റേഞ്ചിലൊക്കെ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിക്കോളും. സോ എനിക്ക് തോന്നുന്നു ഇതിവര് നെക്സോൺ EV മാക്സ് അല്ല, നെക്സോൺ EV-യുടെ കൂടെ പിടിക്കാനായിട്ട് മേ ബി കുറച്ചുകൂടെ ബാറ്ററി കൊടുക്കുമായിരിക്കും. മേ ബി കാര്യം ആ വണ്ടിയുടെ പാക്കേജിംഗും എല്ലാം വെച്ചിട്ട് ഐ തിങ്ക് ദേ ക്യാൻ ഗിവ് എ സ്ലൈറ്റ്ലി ബിഗർ ബാറ്ററി ദാൻ ദാറ്റ്. ഒരു ഓൺ ആൻ ആവറേജ് റിയൽ വേൾഡ് റേഞ്ച് ഓഫ് ഒരു 250 kilometers ഐ തിങ്ക് ഉണ്ടായാൽ മതി. തൽക്കാലം ഇപ്പോൾ ആൾക്കാർ അത് വെച്ച് അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ നോട്ട് മേക്ക് ദ പ്രൈസ് ടു ഹൈ ഓൾസോ. ആ ഒരു റീജിയനിൽ അവർക്ക് വെക്കാൻ പറ്റും. അങ്ങനെ വെക്കുക. പ്ലസ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആൻഡ് ബെസ്റ്റ് പാർട്ട് ഇസ് അവർക്ക് ഇപ്പൊ ടാറ്റയുടെ കയ്യിൽ നിന്നും എല്ലാവരുടെ കയ്യിൽ നിന്നുള്ള കുറെ ലേണിംഗ്സ് ഉണ്ട്. ഇപ്പൊ
നെക്സോൺ ഇവിയിലാണെങ്കിലും തുടങ്ങിയ വണ്ടിയിൽ നിന്ന് ഇപ്പോഴത്തെ വണ്ടി കുറെ വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്, എന്തൊക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത്, എല്ലാ ഇൻഫോ ഉണ്ട്. വേറെ ടാറ്റ വാസ് ഡൂയിങ് ദിസ് ബ്ലൈൻഡ് അല്ലേ? അപ്പൊ അത് ഇത്രയും സാധനങ്ങളും ഇത്രയും ഡേറ്റ ഉള്ള സ്ഥിതിക്കും ഇത് മറ്റേ ഹാക്കായി പോയ ഡേറ്റയാണ് ജെഡി പറയുന്നത്. അതും ഉണ്ടല്ലോ എല്ലാവർക്കും അവൈലബിൾ ആണ്, ഇവർ എവിടേക്ക് ഓടിച്ചേക്കണമെന്നുള്ളത് മനസ്സിലായി. ബട്ട് ഓൺ എ സീരിയസ് നോട്ട്, ഇവർക്ക് വണ്ടി ഉണ്ടാക്കിയിട്ട് ഇത് മാർക്കറ്റിൽ ഇറക്കി ആൾക്കാരെ കൊണ്ട് മേടിപ്പിച്ചിട്ട് അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കണ്ട, പകരം വേറെ മാനുഫാക്ചറേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ യൂസേജ് എങ്ങനെയാണെന്നുള്ള ഒരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ട്. റെനോക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യേണ്ടതും അതാണ്. കാരണം അവർക്കൊരു എന്താ പറയാ, ഒരു ഹോം ബ്രാൻഡായിട്ട് ഒന്നും കൂടി മറ്റേ റഡാറിൽ ആദ്യം തന്നെ പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഇലക്ട്രിക് ലോഞ്ച് ചെയ്യാൻ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പൊ എവറി അതർ ഡേ വി ഗെറ്റ് സംബഡി ആസ്കിങ് അസ് എന്ത് വണ്ടി എടുക്കണം എന്നുള്ളത്. ഞാൻ ആക്ച്വലി കുറച്ച് മുമ്പ് ആലോചിച്ചുള്ളൂ, ഇപ്പൊ മാഗ്നൈറ്റും കൈകറൊന്നും ആരും ചോദിക്കണില്ലല്ലോ എന്നുള്ളത്. ശരിയാണല്ലേ, കുറച്ച് കാലമായിട്ട് ആൾക്കാരെ ഇൻട്രസ്റ്റും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെയിൽസ് ആർ ഹാപ്പനിങ്, ബട്ട് എന്തോ ആ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു പുൾ ഫാക്ടർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആ വണ്ടിയിൽ നിന്ന്. ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ തിങ്ക് അത് ഭയങ്കര ഒരു ബൂസ്റ്റ് ആയിരിക്കും ഈ വണ്ടിക്ക്, പ്രൊവൈഡഡ് ദേ ബ്രിങ് ഇറ്റ് ഔട്ട് വെരി സൂൺ. അല്ലേ? ഇതുവരെ ഒരു ടെസ്റ്റ്, എനിക്കത് മനസ്സിലാവാത്തതല്ല, ഇതുവരെ ഒരു ടെസ്റ്റ് വണ്ടി പോലും കണ്ടിട്ടില്ല. ചിലപ്പോ ഇത് റോട്ടിൽ കൂടെ വേറെ എന്തെങ്കിലും തരത്തിൽ ഓടണ്ടാവും, ആൾക്കാർ കാണുന്നുണ്ടാവും. ബുദ്ധിപരമായിട്ട് അവർ ചെയ്യണ്ടാവും. അതായിരിക്കും എന്താ പറയുക, ക്യാമഫ്ലാഷ് ഇല്ലാണ്ട് ഓടിച്ചെണ്ണേ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കൂലേ. ഇപ്പൊ സിട്രോയും വെറുതെ കൊണ്ടുവന്ന അവിടെ ഇവിടെയൊക്കെ മറ്റേ ഒട്ടിച്ചുകൊണ്ടാണ് നമുക്ക് അത് ഈ C3 ആണെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ റെഗുലർ C3 എന്ന് വിചാരിച്ചാൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഈ ഫ്രണ്ടിലത്തെ ഗ്രില്ല് മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ റെഗുലർ ഗ്രില്ല് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയില്ല ഇതേതോ ഒരു ഡീലറുടെ വണ്ടിയാണെന്ന് വിചാരിക്കും. നമ്മൾ അങ്ങനെ റെഡ് പ്ലേറ്റിൽ ഓടി പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും യു വിൽ ഹാവ് ടു സ്റ്റോപ്പ് ടു ചാർജ് സംവെയർ, എവിടെയെങ്കിലും കാണും. ചിലപ്പോൾ നല്ല റേഞ്ച് ഉണ്ടാവും, അതുകൊണ്ട് അവർ പ്ലാന്റിൽ നിന്ന് ഇറങ്ങി തിരിച്ച് പ്ലാന്റിൽ പോയിട്ടായിരിക്കും ചാർജ് ചെയ്യുന്നത്. ബട്ട് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. കാർ ലുക്സ് വെരി പ്രൊഡക്ഷൻ റെഡി, ഇറ്റ് ലുക്സ് വെരി കംപ്ലീറ്റ്. ആ കൺസോളും കാര്യങ്ങളും എല്ലാം അതിനു വേണ്ടി നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വി വിൽ സീ ദിസ് കാർ അല്ലേ ഓൺ ദ റോഡ് വെരി സൂൺ. എനിക്ക് ആക്ച്വലി അത് ഒരു വാണ്ട് തോന്നുന്നുണ്ട്, ലൈക്ക് ഒരു ഇൻ എ വേ നമുക്കൊരു എന്താ പറയാ, റെനോല് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റേഞ്ചിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് വണ്ടിയായിട്ട് തോന്നുന്നതാണ്. ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതല്ല, ഇറങ്ങിക്കഴിഞ്ഞാലും ഐ തിങ്ക് മര്യാദയ്ക്കുള്ള ഒരു ഇലക്ട്രിക് ആണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് പ്രൈസ് കൊണ്ട് നല്ലതാണ്, സൈസ് കൊണ്ട് നല്ലതാണ്, നമുക്ക് ഒരു അപ്പീൽ ഉണ്ട് ആ ബ്രാൻഡിന് എങ്ങനെയൊക്കെയോ. ആൻഡ് ഒരു തരത്തിൽ ഇറ്റ്സ് എ വെൽ തോട്ട് ഓഫ് പ്രോഡക്റ്റ്. പിന്നെ പലപ്പോഴും ഈ വണ്ടിയുടെ ഒരു ലെറ്റ് ഡൗൺ ആയിട്ട് തോന്നിയിരുന്ന അതിന്റെ എഞ്ചിനൊക്കെ ആയിരുന്നു. കാരണം ആ ഒരു 3 സിലിണ്ടർ ആയതിന്റെ പേരിൽ ഒരു വൈബ്രേഷനും. ഇപ്പൊ 1 ലിറ്റർ നോൺ ടേബോ ഒരു രക്ഷയില്ല ഓടിക്കാനായിട്ട്, ബട്ട് ടേബോ ആണെങ്കിൽ കൂടിയും അതിന്റെ ഫ്ലാറ്റ് സ്പോട്ടുകളും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ അതും കൂടി മാറും ഇലക്ട്രിക് വരുമ്പോ എന്നുള്ളതാണ് എനിക്ക് അതിൽ ഏറ്റവും വലിയൊരു. ആക്ച്വലി ഈ ഇലക്ട്രിക് ഞാനിപ്പോ ഇത്ര ഓടിച്ചാല് എനിക്ക് ഐ പ്രിഫർ ദ ലോവർ ആൻഡ് ഇലക്ട്രിക് കാർസ് മോർ ദാൻ ദ പ്രീമിയം കാർസ്. കാര്യം പ്രീമിയം കാർസ് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് അതിന് അല്ലെങ്കിൽ നല്ല എഞ്ചിന് V6 V8 ഒക്കെ എടുത്ത് ഈ മോട്ടോർ വെക്കണത്. വേറെ ഈ ചെറിയ വണ്ടികളിൽ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എഞ്ചിൻ തന്നെയാണ്. ഇപ്പൊ ടിയാഗോ ഇലക്ട്രിക് ഫോർ എക്സാമ്പിൾ, മറ്റേ റെഗുലർ ടിയാഗോസ് ഓക്കെ ഒരു സാധാരണ ഒരു എഞ്ചിനാണ്. പക്ഷെ അത് മാറ്റി EV വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് മറ്റേ ഭയങ്കര റിഫൈൻമെന്റ് വന്നു, നല്ല പെപ്പി ആയി വണ്ടി. അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ഒരു എപ്പീൽ തോന്നുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ടു ഡ്രൈവ് എന്ന് വിചാരിക്കുന്നു. റീസണബിൾ റേഞ്ച് ഉണ്ടായാൽ മതി. ആൻഡ് ഐ തിങ്ക് റീസണബിൾ പവർ കൂടി ഉണ്ടെങ്കിൽ ആൻഡ് റീസണബിളി പ്രൈസ്ഡ് ആണെങ്കിൽ അതാണ് ഏറ്റവും ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. ഓക്കെ, ആൻഡ് റീസണബിളി പ്രൈസ്ഡ് ആവണം. കാര്യം യു ഓൾവേസ് ഹാവ് ദ ഐസ് വേർഷൻസ് ടു കമ്പയർ ഇറ്റ് വിത്ത്. അപ്പൊ നെക്സോൺ ഇവിനേക്കാളും മേലെ പോകാൻ പറ്റില്ലേ? കാര്യം നെക്സോൺ ഇവിനേക്കാളും ഐസിൽ നെക്സോൺ പെട്രോളിന് അല്ലെങ്കിൽ ഡീസലിനേക്കാളും താഴെ നിൽക്കുന്ന വണ്ടിയാണല്ലോ ഇത്. അപ്പൊ എന്തായാലും ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിൽക്കും എന്ന് വിചാരിക്കുന്നു. അതെ, ആൻഡ് കമ്പയറിംഗ് ടു ഇപ്പൊ ഫ്രഞ്ച് കണക്ഷൻ പറയുമ്പോൾ നമ്മൾ സിട്രോയിൻ C3 ആയിട്ട് നോക്കണം. സിട്രോയിനേലും ബെറ്റർ പ്രൈസിംഗ് ആണ് എന്നും റെനോ ചെയ്തിട്ടുള്ളത്. അതെ, യെസ്. സോ ഹോപ്പ്ഫുള്ളി ദേ വിൽ ഗെറ്റ് ഇറ്റ് റൈറ്റ്. അതെ, അപ്പൊ എന്തായാലും ഇതൊരു വളരെ എക്സ്ക്ലൂസീവ് സ്കൂപ്പ് ആയിരുന്നു. നമ്മളും കൂടുതൽ ഡീറ്റെയിൽസ് അവൈറ്റഡ് ആണ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് സീൻ ദിസ് എനിവെയർ എൽസ്. നമ്മളും കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ബാക്കി നമുക്ക് വി വിൽ ബ്രിങ് ടു യു മോർ ഡീറ്റെയിൽസ് ആസ് വി ഗെറ്റ് ഇറ്റ്. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റാപ്പ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ്. നമ്മുടെ ഇന്നത്തെ ഈ സ്കൂപ്പും ഈ എപ്പിസോഡും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡു ലെറ്റ് us know in the comment section what you think about this car. അതേപോലെ എന്തായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു വണ്ടിയെക്കുറിച്ച് എന്നുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.